അനാലിസിസിലെ നെക്സ്റ്റ് ഭാഗമാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമ്മറി മെഷർ ആവശ്യമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ സ്വഭാവം എന്താണെന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിംഗിൾ മെഷർ ആവശ്യമാണ്. ഓക്കെ, so thus analysis of frequency distribution is made to derive statistical measures from data and using them to study its important characteristics features. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലേ? നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലാസ്സിൻ്റെ കേസിലും ഡിസ്ക്രീറ്റും പറഞ്ഞിട്ടുണ്ട്, കണ്ടിന്യൂസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡാറ്റനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ മെഷർ അല്ലെങ്കിൽ ഒരു സമ്മറി മെഷർ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതിനുപയോഗിക്കുന്ന ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് സ്ക്യൂനസ് ആൻഡ് മെഷർ ഓഫ് കൊർട്ടോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ആവറേജസ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് മീൻ പഠിക്കാനുണ്ട്, മീഡിയന്, മോഡാണ് പഠിക്കാനുള്ളത്. മീന്, മീഡിയൻ, മോഡ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അരിത്മാറ്റിക് മീനിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഫോളോ ചെയ്യുന്നത് KX ജോസഫ് സാറിൻ്റെ പുസ്തകവും അതേപോലെ LR പോറ്റിൻ്റെ പുസ്തകമാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് BSM 3 LR പോറ്റിൻ്റെ പുസ്തകം. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത് ഏതൊക്കെയാണ്? മീൻ, മീഡിയൻ, മോഡ്, അതേപോലെ ജോമെട്രിക് മീൻ, ഹാർമണിക് മീൻ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. അതായത് ഒരു എൻ്റയർ ഗ്രൂപ്പിൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിംഗിൾ വാല്യൂ എടുക്കും. ആ സിംഗിൾ വാല്യൂ ആണ് ആവറേജ് എന്ന് പറയണത് അല്ലേ? അപ്പോൾ ആവറേജിൽ വരുന്നത് ഏതൊക്കെയാണ്? മീന്, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമണിക് മീൻ ആൻഡ് ഹാർമണിക് മീൻ ആർ കോമൺലി യൂസ്ഡ് ആവറേജസ്. പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉണ്ട്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ദ വേരിയബിലിറ്റി ഇൻ എ സീരീസ്. അപ്പോൾ ഒരു സീരീസിൻ്റെ മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം, വേരിയബിലിറ്റി, എന്താണ് അതിൽ വരുന്ന മാറ്റം, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നത് റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതാണ് കോമൺ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് മെഷർ ഓഫ് സ്ക്യൂനസ് ആൻഡ് കൊർട്ടോസിസ് എന്നല്ലേ? അപ്പോൾ മെഷർ ഓഫ് സ്ക്യൂനസ് ഡിറ്റർമിൻ ദി നാച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഒബ്സർവേഷൻസ് ടുവേർഡ്സ് ഹയർ ഓർ ലോവർ വാല്യൂസ് ഓഫ് ദി വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ ലോവർ വാല്യൂസിനോടാണോ അല്ലെങ്കിൽ ഹയർ വാല്യൂസിനോടാണോ ഒബ്സർവേഷൻസ് ഒക്കെ അടുത്ത് നിൽക്കുന്നത്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷർ ഓഫ് സ്ക്യൂനസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മെഷർ ഓഫ് കൊർട്ടോസിസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിവീൽസ് ദി ഷേപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് സ്ക്യൂനസ്, മെഷർ ഓഫ് കൊർട്ടോസിസ് എന്നുള്ള ഭാഗമാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ്. അതിൽ വരുന്നത് മീന്, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമണിക് മീൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ വരുന്നത് റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിന്നെ മെഷർ ഓഫ് സ്ക്യൂനസും മെഷർ ഓഫ് കൊർട്ടോസിസും ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ അരിത്മാറ്റിക് മീൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അരിത്മാറ്റിക് മീൻ തന്നെ ഒരുപാട് മെത്തേഡിലൂടെ കാണാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ആവറേജസ്. ഇപ്പോൾ ആവറേജിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആവറേജസ് ആർ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂസ്. ആവറേജ് മൊത്തം ഡാറ്റയുടെ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആണെന്ന് പറയാം. ഓക്കെ, ദെൻ സെക്കൻഡ് ഈസ് ആവറേജസ് ഇനാബിൾ കമ്പാരിസൺ. ആവറേജസ് ഉപയോഗിക്കുന്നതിലൂടെ രണ്ട് സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദെൻ തേർഡ് ഈസ് ആവറേജസ് ഫെസിലിറ്റേറ്റ് സാമ്പിളിംഗ് ടെക്നിക്സ്. സാമ്പിളിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിൽ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് ആവറേജസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഫോർത്ത് ഈസ് ആവറേജസ് പേവ് ദ വേ ഫോർ ഫർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഇപ്പോൾ ഡിസ്പേർഷനും സ്ക്യൂനസും റിഗ്രഷനും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളത് ആവറേജിനെയാണ്. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ആവറേജ് എന്നുള്ളത് പറയുന്നത്. ഇനി ഈ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ വായിച്ച് നോക്കുക കേട്ടോ.
Then next we move on to criteria or desirable properties of an average. Then criteria or desirable properties of an average. അതിൽ വരുന്നത് ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻ. അതായത് അതിനൊരു ഫോർമുല ഉണ്ടായിരിക്കും. ആവറേജ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ഫോർമുല ഉണ്ടായിരിക്കും, പ്രൊസീജിയർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആര് കാൽക്കുലേറ്റ് ചെയ്താലും ഒരേ സെറ്റ് ഓഫ് വാല്യൂസ് ആണെങ്കിൽ ആര് കാൽക്കുലേറ്റ് ചെയ്താലും ഒരേ വാല്യൂ തന്നെ ആയിരിക്കും ആവറേജ് വരുന്നത്. ഓക്കെ. ദെൻ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ദ ഐറ്റംസ്. എല്ലാ ഐറ്റത്തിനും ബേസ് ചെയ്തിട്ടായിരിക്കണം എന്ത് വരേണ്ടത്, ആവറേജ് വരേണ്ടത്. Then it should not be unduly affected by extreme items. എക്സ്ട്രീം ഐറ്റംസ് കൊണ്ട് ഈ ആവറേജിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. എക്സ്ട്രീം ഐറ്റംസ് ഈ ആവറേജിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ലാർജ് ഐറ്റംസും ഉണ്ടാവും, സ്മോൾ ഐറ്റംസും ഉണ്ടാവും. 100 എന്ന് പറയുന്ന അതുപോലെ ഇപ്പോൾ ഏകദേശം വരുന്ന വാല്യൂസ് 30, 40, 35 എന്ന രീതിയിൽ 100 എന്നുള്ള ആ ഒരു സെറ്റിൽ ഏറ്റവും എക്സ്ട്രീം ഹൈ വാല്യൂ ആണ്. പിന്നെ 0 എന്ന് പറയുന്നത് ഏറ്റവും ലോ വാല്യൂ, സ്മോൾ വാല്യൂ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്ട്രീം വാല്യൂസ് ആവറേജിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയണത്. ഓക്കെ. ദെൻ ഇറ്റ് ഷുഡ് ലെൻഡ് ഇറ്റ് സെൽഫ് ഫോർ ഓൾജിബ്രിക് മാനിപ്പുലേഷൻ. ഇപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ഡാറ്റ, സെറ്റ് ഓഫ് വാല്യൂസ് തന്നു എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ആവറേജ് തന്നു എന്ന് കരുതുക. അങ്ങനെ ആവറേജ് തരുമ്പോൾ ആ രണ്ട് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് സെറ്റിൻ്റെയും കമ്പൈൻഡ് ആവറേജ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ദെൻ ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. കാണാൻ എളുപ്പമാണ്, അതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി. സോ എ നമ്പർ ഓഫ് സാമ്പിൾസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം. അപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് സാമ്പിൾസ് എന്ത് ചെയ്യാൻ പറ്റും, അതെടുക്കാൻ പറ്റും, അല്ലെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെയൊക്കെ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത്ര അധികം ഡിഫറൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയണത്. ഓക്കെ. ഇറ്റ് ഈസ് ഡിസൈഡ് ദാറ്റ് ദ ആവറേജ് ഓഫ് എനി സാമ്പിൾ ഈസ് നോട്ട് മച്ച് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് എനി അതർ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ക്രൈറ്റീരിയ ഓർ ഡിസൈറബിൾ പ്രോപ്പർട്ടീസിൽ വരുന്നത് കേട്ടോ. ഓക്കെ. Next we are moving to arithmetic mean. Arithmetic mean is one of the measure of central tendency and it is a mathematical average. Okay, അപ്പോൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെഷറാണ് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. അതായത് ഹോൾ ഡാറ്റയെ ഒരൊറ്റ ഫിഗറിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിങ് ദ ഹോൾ ഡാറ്റ ബൈ വൺ ഫിഗർ. അപ്പോൾ അരിത്മെറ്റിക് മീൻ, സിമ്പിൾ അരിത്മെറ്റിക് മീൻ ഉണ്ട്, അതേപോലെ വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ ഉണ്ട്. അപ്പോൾ വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന വാല്യൂസിന് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് വെയിറ്റ് നൽകുക. അതിൻ്റെ ബേസിൽ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സിമ്പിൾ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇഫ് x1, x2 up to xn are n individual values, then arithmetic mean of them is x bar is equal to x1 plus x2 plus up to xn divided by n. അല്ലേ, x1, x2, xn എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ആണ്. ആ വാല്യൂസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നിട്ട് എത്രയാണോ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, എത്രയാണോ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൻ്റെ നമ്പർ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, എക്സ് ബാർ കിട്ടും. അല്ലേ. അപ്പോൾ എക്സ് ബാർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അരിത്മെറ്റിക് മീനിനെ സൂചിപ്പിക്കുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അരിത്മെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിലും ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസും അതേപോലെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസും പറയാനുണ്ട്. അപ്പോൾ ഓരോന്നും ഇനി പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പോൾ അരിത്മെറ്റിക് മീൻ കാണാനുള്ള മെത്തേഡ്സ് പറഞ്ഞാൽ 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് സിമ്പിൾ മെത്തേഡ്, അതായത് ഡയറക്റ്റ് മെത്തേഡ്, പിന്നെ ഷോർട്ട് കട്ട് മെത്തേഡ്, പിന്നെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ. എന്തൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, ദെൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അരിത്മെറ്റിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ എങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അല്ലേ, സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൻ്റെ ടോട്ടൽ, ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിലൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ ഇത് ക്ലിയർ ആവും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് അരിത്മെറ്റിക് മീൻ ഓഫ് ദി ഡെയിലി ഇൻകംസ് ഓഫ് 10 ഫാമിലീസ്. അതായത് ₹10, 90, 85, 103, 11, 29, 84, 15, 35, 80. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസാണിത്. ഈ വാല്യൂസിൻ്റെ അരിത്മെറ്റിക് മീനാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുക, ഇൻകം എക്സ് ആക്കിയിട്ട് എടുക്കുക, എന്നിട്ട് വാല്യൂസ് താഴെ എഴുതി ആ വാല്യൂസ് എന്ത് ചെയ്യുക, കൂട്ടുക. അല്ലേ, ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5, 4, 2 എന്നുള്ളതാണ്.
ഓക്കെ 5 4 2. ഈ സിഗ്മ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പോൾ സിഗ്മ എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 5 4 2. അതായത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് മൊത്തം കൂട്ടാം അല്ലേ. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അതായത് 1 2 3 4 5 6 7 8 9 10 അല്ലെ. എത്ര ഒബ്സർവേഷൻസാണ് ഉള്ളത്? അതായത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് 10 ആണ് അല്ലേ. അപ്പോൾ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ചെയ്യുമ്പോൾ 542 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 54.2 റുപ്പീസ് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 10 ഫാമിലീസിൽ വരുമ്പോൾ അതിൻ്റെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 54.2 റുപ്പീസാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിലൂടെ എന്ത് കാണുന്നത്? അരിത്മെറ്റിക് മീൻ കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട് പറഞ്ഞില്ലേ, ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അരിത്മെറ്റിക് മീൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് പറയുന്നത്, അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ടി ഡിവൈഡഡ് ബൈ എൻ. എന്താണ്? എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ അല്ലേ. ഇപ്പോൾ പുതിയൊരു കാര്യമാണ് ഇവിടെ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ എന്നുള്ളതാണ്. എക്സ് മൈനസ് എ. അപ്പോൾ എന്താണ് എ എന്ന് പറയുന്നത്? എ ഉണ്ട്, ഡി ഉണ്ട്. ഈ രണ്ട് കൺസെപ്റ്റ് നമുക്ക് പുതിയതാണ് അല്ലേ. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ ആണ്, അല്ലെങ്കിൽ എന്താണ്? ആർബിട്രറി വാല്യൂ സെലക്റ്റഡ് ആസ് അസ്യൂംഡ് ആവറേജ്. നമ്മൾ അസ്യൂം ചെയ്യുക, അതായത് നമ്മളൊരു വാല്യൂ എടുക്കുക, അതാണ് ആവറേജ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുക, നമ്മൾ അസ്യൂം ചെയ്യുക. അതാണ് അസ്യൂംഡ് ആവറേജ് അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് എ. ഇനിയുള്ളത് ഡി ആണ്. ഡി എങ്ങനെയാണ് കിട്ടുന്നത്? എക്സ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. ഓക്കെ, അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിലെ ഫോർമുല ഓർത്ത് വെക്കുക. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ, where എ ഈസ് എനി ആർബിട്രറി വാല്യൂ സെലക്റ്റഡ് ആസ് അസ്യൂംഡ് ആവറേജ് ആൻഡ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ഫൈൻഡ് ദ അരിത്മെറ്റിക് മീൻ ഓഫ് ദി ഫോളോയിങ് വാല്യൂസ്. എന്താണ്? 45 48 50 52 55 58 60 61 63 65 അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ടേക്ക് 55 ആസ് അസ്യൂംഡ് ആവറേജ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൽ നിന്ന് ഒരു വാല്യൂ എന്ത് ചെയ്യുക? നമ്മൾ അസ്യൂംഡ് ആവറേജ് അല്ലെങ്കിൽ അസ്യൂംഡ് മീനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഏകദേശം സെൻറ്ററിൽ വരുന്ന വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂംഡ് ആവറേജ് അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ ഈസ് ഈക്വൽ ടു 55 ആണ്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം സെൻറ്ററിൽ വരുന്നൊരു വാല്യൂ അല്ലേ. അപ്പോൾ നമ്മൾ അസ്യൂംഡ് ആവറേജ് ആക്കിയിട്ട് 55 എടുത്തു. എന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ കോളം തയ്യാറാക്കണം. അപ്പോൾ കോളത്തിൽ വരുന്നത് എക്സ് മൈനസ് 55, അതായത് ഇതെന്താണ്? ഡി ആണ്. ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 55 എന്ന് പറഞ്ഞു. അതായത് എക്സ് മൈനസ് എ അല്ലേ, നമ്മൾ എ ആയിട്ട് കൺസിഡർ ചെയ്ത് 55 ആണ്. അതുകൊണ്ട് എക്സ് മൈനസ് 55 എന്ന് കൊടുത്തു അല്ലേ. ഇനി എക്സിൻ്റെ വാല്യൂസ് താഴെ കോളത്തിൽ എഴുതി. 45 48 50 52 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ള 65 വരെയുള്ള വാല്യൂസാണ്, അത് എഴുതി വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എക്സ് മൈനസ് 55 ചെയ്യണം, അതായത് എക്സ് മൈനസ് എ ചെയ്യണം. അപ്പോൾ 45ൽ നിന്ന് എന്ത് കുറക്കണം? 55 കുറക്കണം. അപ്പോൾ -10 എന്ന് കിട്ടും. 48 മൈനസ് 55 -7, 50 മൈനസ് 55 -5, 52 മൈനസ് 55 -3 അല്ലേ. പിന്നെ ഒരു 0 വരുന്ന വാല്യൂ എന്തായാലും ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? എക്സ് എന്ന് പറഞ്ഞാൽ 55 ആണ്. 55 മൈനസ് 55 ചെയ്യുമ്പോൾ 0 കിട്ടും. പിന്നെ 58 മൈനസ് 55 3, 60 മൈനസ് 55 5, ദെൻ 61 മൈനസ് 55 6, 63 മൈനസ് 55 8, 65 മൈനസ് 55 വരുമ്പോൾ 10 വരും. അപ്പോൾ വാല്യൂസൊക്കെ കിട്ടിയല്ലോ. എന്നിട്ട് നമുക്ക് എന്താ കാണേണ്ടത്? സിഗ്മ ഡി ആണല്ലേ നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് സിഗ്മ ഡി? അതായത് ടോട്ടൽ ഓഫ് ഡി. ഡി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 55 ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ഒക്കെ മൈനസ് അല്ലേ, ഇവിടെ കുറച്ച് മൈനസ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഈ മൈനസും ഇവിടുത്തെ പ്ലസ് വാല്യൂസും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വരുന്നത് 7 ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഏതൊക്കെയാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ സിഗ്മ ഡി വേണം. സിഗ്മ ഡി ഈസ് ഈക്വൽ ടു 7 ആണ്. എ എന്ന് പറയുന്നത് 55 ആണ്. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്താണ്? 10 ആണ് അല്ലേ വാല്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അരിത്മാറ്റിക് മീൻ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ഇക്വേഷൻ ഷോർട്ട് കട്ട് മെത്തേഡിലെ ഇക്വേഷനാണ്. അരിത്മാറ്റിക് മീൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ അല്ലേ. എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ. അപ്പോൾ എ എന്ന് പറയുന്നത് 55 ആണ്. അപ്പോൾ എക്ക് പകരം 55 കൊടുക്കുക. പ്ലസ് സിഗ്മ ഡി എന്ന് പറയുന്നത് 7 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 7 ബൈ എൻ എത്രയാണ്? 10 ആണ്. 55 പ്ലസ് 0.7 ഈസ് ഈക്വൽ ടു 55.7 എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ സിഗ്മ എക്സ് ബൈ എൻ ആണ്.
ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ വരുമ്പോൾ എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ആയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസാണ്, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് അരിത്മാറ്റിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. ഓക്കെ, അപ്പോൾ അവിടെ ലെറ്റ് x1 x2 x3 അപ് ടു xn ബി എൻ ഒബ്സർവേഷൻസ് വിത്ത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് f1 f2 അപ് ടു fn റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമുക്ക് എങ്ങനെയാണ് ഡാറ്റ തരുന്നത്, വാല്യൂസ് തന്നിട്ടുണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. അതാണ് എന്ത് ഡിസ്ക്രീറ്റ് സീരീസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഡാറ്റ തരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് തരുന്നതെങ്കിൽ അരിത്മാറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ x bar is equal to x1 f1 plus x2 f2 plus up to xn fn divided by f1 plus f2 plus up to fn. അതായത് ഓരോ എക്സ് വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ x2 f2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ x1 f1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. അതായത് എക്സിൻ്റെ വാല്യൂ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ചെയ്തിട്ടുള്ളതാണ് ഇത്. ഡിവൈഡഡ് ബൈ f1 പ്ലസ് f2 പ്ലസ് fn എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വരുന്നത് അല്ലെങ്കിൽ ഫോർമുല വരുന്നത് എങ്ങനെയായിരിക്കും? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ ഫോർമുല എക്സ് ബാർ ഈസ് ഈക്വൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നാണ് ഉള്ളത്. അപ്പോൾ എൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഫ്രീക്വൻസി. എഫ് എക്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി, എക്സും എക്സ് വാല്യൂ അതേപോലെ ഫ്രീക്വൻസി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. അതാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ, അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് മീൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. വാല്യൂസും കൊടുത്തിട്ടുണ്ട്, അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന മെത്തേഡില്ലേ, അത് ഏത് മെത്തേഡാണ്? ഡയറക്റ്റ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് അതായത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലും ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്, അതേപോലെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും ഉണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് മെത്തേഡും അതേപോലെ ഷോർട്ട് കട്ട് മെത്തേഡും ആയിരുന്നു. ഇവിടെ എന്തൊക്കെയുള്ളത്? ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിലൂടെ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ്. അപ്പോൾ വാല്യൂസ് എക്സ് ആണ്, ഫ്രീക്വൻസി എഫ്, then എഫ് എക്സ് എന്ന് പറയുന്നത് വാല്യൂ ഫ്രീക്വൻസി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ കോളാക്കിയിട്ട് എഴുതുക. ഓക്കെ, 5, 15, 25, 35, 45, 55, then 65, 75 എന്നുള്ളത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഴുതുക. എന്നിട്ട് 5 × 15 75, 15 × 20 300, 25 × 25 625, 35 × 24 840 എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എക്സ് നമുക്ക് കിട്ടും. എക്സ് വാല്യൂസും ഫ്രീക്വൻസി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു കോളത്തിൽ എഴുതുക. അതാണ് എഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് എഫ് എക്സിൻ്റെ ടോട്ടലാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ ഈ എഫ് എക്സ് എന്ന കോളത്തിൽ വരുന്ന എല്ലാ വാല്യൂസും ടോട്ടൽ ആഡ് ചെയ്യുക. അപ്പോൾ 12,600 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതേപോലെ നമുക്ക് വേറെ ഒന്നും ആവശ്യമുള്ളത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണല്ലേ, അതായത് എൻ, ക്യാപിറ്റൽ ലെറ്റർ എൻ, അതായത് 250. അപ്പോൾ ഇനി നമ്മുടെ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ്. അപ്പോൾ 12,600 ആണ് നമുക്ക് സിഗ്മ എഫ് എക്സ് കിട്ടിയിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ 250 ഈസ് ഈക്വൽ ടു 50.4 എന്ന ആൻസർ വരും. നിങ്ങൾ ഈ ഫോർമുല പഠിച്ചു വെക്കുക കേട്ടോ. വാല്യൂസൊക്കെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എന്ത് വരുന്നത്, ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ ഫോർമുല എല്ലാത്തിൻ്റെയും ഫോർമുല മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്ന മെത്തേഡ് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ വരുന്ന ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ഡിവൈഡഡ് ബൈ എൻ. എന്താണ്? എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിലും ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞിരുന്നത് അതായത് എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ആണ്. അവിടെ സിഗ്മ, അവിടെ എഫ് ഇല്ല, അതേപോലെ എൻ എന്തായിരുന്നു? സ്മോൾ ലെറ്റർ എൻ ആയിരുന്നു, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഫ്രീക്വൻസിൻ്റെ കേസിലൊക്കെ വരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ, അതായത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്. കൂടെ എന്തുണ്ട്? എഫ് ഇൻറ്റു ഡി ചെയ്തിട്ട് സിഗ്മ എടുക്കുക അല്ലേ, അതിന് എ പ്ലസ് എ കൊണ്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ അരിത്മാറ്റിക് മീൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോർമുല ഓർത്ത് വെക്കുക. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. അപ്പോൾ ഹിയർ ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് പറഞ്ഞിരുന്നു അല്ലേ, അതായത് ഷോർട്ട് കട്ട് മെത്തേഡ് ഇൻഡിവിജ്വൽ സീരീസിൽ പറഞ്ഞിരുന്നു ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കാൽക്കുലേറ്റ് അരിത്മെറ്റിക് മീൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തന്ന, അതായത് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നതെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇവിടെ വാല്യൂസ് കൊടുത്തു, പിന്നെ ഫ്രീക്വൻസി. അപ്പോൾ വാല്യൂസും ഫ്രീക്വൻസി എന്ന കോളം തയ്യാറാക്കുക. പിന്നെ d is equal to x minus a, അതായത് a ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ 35 ആണ് കേട്ടോ, 35. അപ്പോൾ എക്സിൽ നിന്ന് അതായത് വാല്യൂസിൽ നിന്ന് എന്ത് ചെയ്യണം, അസ്യൂംഡ് മീൻ നമ്മൾ എടുക്കണം, അസ്യൂംഡ് ആവറേജ് നമ്മൾ എടുക്കണം. അല്ല ഫ്രീക്വൻസിത്തെ ഏതെങ്കിലും വാല്യൂ കൊണ്ടുപോയിട്ട് ഇവിടെ ഇനി എ ആയിട്ട് കൺസിഡർ ചെയ്തത്. എവിടെ നിന്ന് എടുക്കേണ്ടത്, ഈ വാല്യൂവിൽ നിന്ന്, മുകളിൽ തരുന്ന വാല്യൂസിൽ നിന്ന് ഒരു വാല്യൂവിനെ അസ്യൂംഡ് മീനോ അല്ലെങ്കിൽ അസ്യൂംഡ് ആവറേജ് എന്ന് പറഞ്ഞ രീതിയിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിലെ 5, 15, 25 അതിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ പറയുന്ന അസ്യൂംഡ് മീന് മൈനസ് ചെയ്യുക. അങ്ങനെയാണ് d is equal to x minus 35 കിട്ടുന്നത്. ദെൻ എഫ് ഡി എന്ന് പറയുന്നത് f into d. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കുക. വാല്യൂസ് എഴുതി, ഫ്രീക്വൻസി, ദെൻ d is equal to x minus 35 ആണ് f into d. അപ്പോൾ 5 minus 35 minus 30, 15 minus 35 minus 20, 25 minus 30 minus 10, then 35 minus 30 0. അങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ വാല്യൂസും കിട്ടും, ഓരോന്നിലും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ 45 minus 35 then 10, 55 minus 35 20, then 30 40 എന്ന് പറഞ്ഞ വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് f into d ചെയ്യണം അല്ലേ. അതായത് ഫ്രീക്വൻസി നമുക്ക് കിട്ടിയിട്ടുള്ള d, അതായത് x minus 35 എന്ന കോളത്തിൽ വരുന്ന വാല്യൂസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, f d കിട്ടും. അപ്പോൾ അത് എഴുതി വെക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണാം. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കിട്ടിയുള്ളത് 3850 ആണ്. അപ്പോൾ ഫ്രീക്വൻസി വരുന്നത് 250 അല്ലേ, ഫ്രീക്വൻസി വരുന്നത് 250. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഇക്വേഷൻ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീനാണ്, സിഗ്മ എഫ് ഡി ബൈ എൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ 35 പ്ലസ് 3850 ആണ് നമുക്ക് കിട്ടിയുള്ള സിഗ്മ എഫ് ഡി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ടോട്ടൽ ഫ്രീക്വൻസി എന്താണ്, 250 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ 3850നെ 250 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 15.4. അതിനോടുകൂടെ 35, അതായത് അസ്യൂംഡ് മീൻ നമ്മൾ എടുത്തിട്ടുള്ള അസ്യൂംഡ് മീൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50.4 അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ, അതായത് ഡയറക്റ്റ് മെത്തേഡിലൂടെ ചെയ്തപ്പോഴും കിട്ടിയിരുന്നത് എന്തായിരുന്നു, 50.4 തന്നെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ കിട്ടിയിട്ടുള്ളതും 50.4 ആണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഫോർമുല ഓർത്ത് വെക്കുക. പിന്നെ ക്വസ്റ്റ്യനിൽ 4 കോളത്തിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് കേട്ടോ. ഇനി നമ്മൾ പറയാനുള്ളത്, ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഏകദേശം ചെയ്യുന്നത്, അത് നോക്കാം. Step deviation method. If the values have a common difference c, then take d dash is equal to x minus a by c and modify the formula as x bar is equal to a plus sigma f d dash divided by n into c അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് പറയണത്. നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ മാത്രമായിരുന്നു അല്ലേ. ഇപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലേക്ക് വരുമ്പോൾ നമുക്ക് തരുന്ന വാല്യൂസ്, അതായത് എക്സ് വാല്യൂസിന് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഡി എങ്ങനെയാണ് കിട്ടുന്നത്, ഡി ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ സി. അവിടെ ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഡി ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ സി അല്ലേ. ഓരോ എക്സിൽ നിന്നും അസ്യൂംഡ് മീൻ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ സി എന്താണ്, സി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഓക്കെ, ആൻഡ് മോഡിഫൈ ദ ഫോർമുല കൊടുത്തിട്ടുണ്ട്, എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ.
കാൽക്കുലേറ്റ് മീൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ വാല്യൂ 5, 50, 25 മുതൽ 60, 75 വരെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 35ന് എ ആയിട്ട് കൺസിഡർ ചെയ്യുക അല്ലെ. 35ന് എ ആയിട്ട് കൺസിഡർ ചെയ്തു. പിന്നെ സി എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. സി എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? കോമൺ ഡിഫറൻസ്. ഏതിൻ്റെ കോമൺ ഡിഫറൻസ്? ഈ വാല്യൂയുടെ കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ 15 - 5 എന്ന് പറയുന്നത് 10 അല്ലേ. അങ്ങനെ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് എന്താണ്? 10 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ 4 കോളം വരക്കണം. ആ കോളത്തിലൊക്കെ വരുന്നത് എന്താ? വാല്യൂസ്, ദെൻ ഫ്രീക്വൻസി, ദെൻ ഡി ഡാഷ്. ഡി ഡാഷ് ഈസ് ഈക്വൽ ടു x - 35/10. എങ്ങനെ x - 35/10 കിട്ടിയിട്ടുള്ളത്? x - a/c എന്നുള്ളതല്ലേ. അതായത് കോമൺ ഡിഫറൻസ് 10 ആണ്. എ ആയിട്ട് നമ്മൾ എടുത്തത് 35 ആണ്. അപ്പോൾ x - 35/10 ഈസ് ഈക്വൽ x - 35/10 എഴുതുക. ഡി ഡാഷ് നമുക്ക് കിട്ടി. പിന്നെ എഫ് ഡി ഡാഷ് അല്ലേ. അതായത് എഫ് ഇൻറ്റു ഡി ഡാഷ്. ഈ ഫ്രീക്വൻസിയും ഈ ഡി ഡാഷും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഡി ഡാഷ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ടോട്ടൽ കാണാം. അപ്പോൾ ഓരോന്നും ചെയ്ത് നോക്കുക എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. വാല്യൂസ് 5 ആണ്. നമ്മളെടുത്തിട്ടുള്ള അസ്യൂംഡ് ആവറേജ് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ 5 - 35 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ -3 കിട്ടും. പിന്നെ 15 - 35 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു -2. ഓക്കെ. 25 - 35 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു -1. ദെൻ 35 - 35 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 0. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് എന്താണ്? ഡി ഡാഷ് ആണല്ലേ. ഈ കോളത്തിൽ നമുക്ക് കിട്ടുന്നത് ഡി ഡാഷ് ആണ്. പിന്നെ ഫ്രീക്വൻസിയും ഡി ഡാഷും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എഫ് ഇൻറ്റു ഡി ഡാഷ് കിട്ടും അല്ലേ. അതായത് എഫ് ഡി ഡാഷ് കിട്ടും. ഇപ്പോൾ 15 × -3 -45, 20 × -2 -40, 25 × -1 -25, 24 × 0 0, 12 × 1 12, 31 × 2 62. അങ്ങനെയാണ് എഫ് ഡി ഡാഷിൻ്റെ കോളത്തിൽ നമ്മൾ എഴുതുന്നത്. എന്നിട്ട് നമുക്ക് എന്താ ആവശ്യമുള്ളത്? നമ്മുടെ ഇക്വേഷനിൽ സിഗ്മ എഫ് ഡി ഡാഷ് ആവശ്യമുണ്ട്. അതേപോലെ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി, കോമൺ ഡിഫറൻസ്, അസ്യൂംഡ് മീൻ. അപ്പോൾ നമ്മൾ എഫ് ഡി ഡാഷിൻ്റെ ടോട്ടൽ കണ്ടെത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 385 ആണ്. ഓക്കെ. 385. ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി എത്ര കിട്ടിയിട്ടുള്ളത്? 250. ഓക്കെ. n ഈസ് ഈക്വൽ ടു 250. ദെൻ ഹിയർ എ ഈസ് ഈക്വൽ ടു 35 ആൻഡ് സിഗ്മ എഫ് ഡി ഡാഷ് ഈസ് ഈക്വൽ ടു 385 ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. പിന്നെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള സി എന്താണ്? 10 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയുള്ള വാല്യൂസ് ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ n ഇൻറ്റു സി എന്നുള്ളത് കിട്ടും അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് 35 ആണ്. സിഗ്മ എഫ് ഡി ഡാഷ് 385 ആണ്. ദെൻ 250 ആണ് n. ഇൻറ്റു സി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ചെയ്ത് നോക്കാം അല്ലേ. അതാദ്യം ചെയ്ത് നോക്കുക. 10 മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് 15.4. ദെൻ 15.4 + 35 ഈസ് ഈക്വൽ ടു 50.4 എന്ന ആൻസർ വന്നു. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ് അല്ലേ. അതായത് ഡയറക്റ്റ് മെത്തേഡിലൂടെയും ഷോർട്ട് കട്ട് മെത്തേഡിലൂടെയും ഒക്കെ ചെയ്ത ക്വസ്റ്റ്യൻ ആണത്. അവിടെയൊക്കെ നമുക്ക് വാല്യൂ കിട്ടിയിരുന്നത് 50.4 തന്നെ ആയിരുന്നു. ഓക്കെ. അപ്പോൾ 3 മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? സെയിം അരിത്മാറ്റിക് മീൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ വരുന്ന കൺസെപ്റ്റുകൾ പറഞ്ഞു അല്ലേ, അതിൽ വരുന്ന ആവറേജസ് പറഞ്ഞു. പിന്നെ അരിത്മാറ്റിക് മീനിൻ്റെ കേസിൽ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസും അതേപോലെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും പറഞ്ഞു. ഓക്കെ. ദാറ്റ്സ് ഓൾ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ 3 മെത്തേഡിലൂടെ എങ്ങനെയാണ് അരിത്മാറ്റിക് മീൻ കാണുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ.